ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളുമായി നമുക്കൊന്നിച്ചു നിൽക്കുവാൻ, അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ നമ്മുടെ ഈ പ്രോഗ്രാം ശ്രമിച്ച എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മീഡിയാസിലൂടെയൊക്കെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ വളരെയേറെ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. മന്നയെക്കുറിച്ച് ചിന്തിച്ചു. മന്ന വ്യത്യസ്ത തരമായ 4 തരത്തിലുള്ള മന്നയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പിന്നീട് അനന്തരമായിട്ട് നമ്മൾ പെട്ടകത്തിലെ അല്ലെങ്കിൽ വടി, സമാഗമന കൂടാരത്തിൽ പെട്ടകത്തിനകത്ത് നിക്ഷേപിക്കപ്പെട്ടിരുന്ന വടിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ആധികാരികമായിട്ട് വളരെ പ്രധാനമായിട്ട് വളരെ ചുരുക്കമായിട്ടാണ് കാര്യങ്ങളെ ചിന്തിക്കുന്നതെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നതും നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു തരുവാൻ ഇടയായത്. ഇന്ന് നമുക്ക് ന്യായപ്രമാണത്തിലെ കൽപ്പലകകൾ, ന്യായപ്രമാണം എന്താണ് ന്യായപ്രമാണമെന്ന് നമ്മൾ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങളെ ചിന്തിക്കും. കർത്താവിൻ്റെ ഈ പെട്ടകത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 3 വസ്തുക്കളിലൊന്നാണ് മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത വടി, നിയമത്തിൻ്റെ കൽപ്പലകകൾ. ഈ 3 വസ്തുക്കളിൽ മൂന്നാമത്തെ നിയമത്തിൻ്റെ കൽപ്പലകകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി ചില കാര്യങ്ങളെ നമ്മൾ ഇന്നലകളിൽ വരെ ചിന്തിച്ചിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആഴമായി കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വീണ്ടും തിരുവചനവുമായിട്ട് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകളും അവിടുത്തെ തിരുവെഴുത്തിൻ്റെ സത്യങ്ങളും അവിടുത്തെ ഹൃദയത്തിലെ നിർണയങ്ങളെയും ഞങ്ങളോട് തിരുവെഴുത്തുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞങ്ങളത് അറിഞ്ഞ് സത്യത്തിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമായി തീരുവാൻ ദൈവം സഹായിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മൾ പ്രത്യേകിച്ച് വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഇനി മുതലുള്ള ചില സബ്ജക്റ്റുകൾ, ഇതിലെ കൽപ്പലകൾ, ഇനി തുടർന്ന് നമ്മൾ പരിച്ഛേദന, അതുപോലെ പെസഹ കുഞ്ഞാട്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടെ നമ്മളതിൽ ചിന്തിക്കും. അതൊക്കെ വളരെ ഇന്നലകളിൽ വരെ നമ്മൾ കഴിഞ്ഞ പാർട്ട് വരെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഗഗനമായ വിഷയമാണ്, കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളതാണ്. അതിന് കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക് ഇതിൻ്റെ പ്രാരംഭ സമയം മുതൽ നമുക്കിതിനകത്ത് വലിയ സുഖം തോന്നാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ശ്രദ്ധയോടുകൂടെ ഇത് കേട്ടിരുന്നാൽ എന്താണ് ന്യായപ്രമാണം, എന്താണ് പുതിയ നിയമം, പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണ, വ്യക്തമായ അറിവ് നമ്മുടെ അകത്തുണ്ടാകും. അതിന് യാതൊരുവിധ സംശയമല്ല. പക്ഷെ ക്ഷമയോടെ കേട്ടിരിക്കണം, ക്ഷമയോടെ വളരെ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ ഇത് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അതിന് ആധാരമായിട്ട് 1-2 വചനങ്ങളെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ വായിച്ച് നമുക്കിങ്ങോട്ട് അതിൻ്റെ ഭാഗങ്ങളിലേക്ക് വരാം. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി, സാക്ഷ്യത്തിന്റെ പലക 2 അവന്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്നത് 2 കൽപ്പലകകൾ. ആ 2 കൽപ്പലകകളും കർത്താവ് തന്നെ, ദൈവം തന്നെ ഉണ്ടാക്കി, ദൈവം തന്നെ അതിനെ മിനുക്കുപണി ചെയ്ത് അതിൻ്റെ 2 വശത്തും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തൻ്റെ കൈവിരലുകളാൽ എഴുതിയ കൽപ്പനയാണ് ജനത്തിന് നൽകിയത്. ഇപ്പം മരുഭൂപ്രയാണത്തിൽ നമ്മൾ ഓർക്കുക, മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ നമ്മളങ്ങ് ഏദൻ തോട്ടത്തിലേക്ക് പോകണം. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ മനുഷ്യന് ഈ പറയുന്ന തരത്തിലുള്ള നിയമങ്ങൾ, ഒരൊറ്റ നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം എന്ത് ചെയ്യരുത്, പറിച്ച് ഭക്ഷിക്കരുതെന്നുള്ള ഒരൊറ്റ കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു കൽപ്പനയുമില്ല, ഒരു നിയമവുമില്ല. മനുഷ്യരെ വളരെ സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവനെ ആ തോട്ടത്തിലാക്കിയിരുന്നത്. എന്നാൽ കാലാകാലങ്ങൾ കടന്നു ചെല്ലുന്തോറും മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് ദൈവിക ഹൃദയത്തിലെ അല്ലെങ്കിൽ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വിപരീതമാകയാലും അത്തരം പ്രവൃത്തികളാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളത് കൊണ്ടും മനുഷ്യന് ഭാവിയിൽ അതിന് ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യന്
പുതിയ പുതിയ നിയമങ്ങൾ കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. നിയമങ്ങൾ താൻ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിലൂടെ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനായിരിക്കാം, പുരോഹിതനായിരിക്കാം, അങ്ങനെയുള്ള ദൈവത്താൽ തെരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരിലൂടെ അത്തരം നിയമങ്ങൾ മനുഷ്യന് കൈമാറി, മനുഷ്യനെ ഈ നിയമങ്ങളെല്ലാം കൊണ്ട് ദൈവം കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവത്തെ വിട്ടകന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. പ്രീസലോ, കുറ്റകൃത്യം കൂടുന്നതിനനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. പ്രീസലോ, ഇവിടെ ഈ പെട്ടകത്തിനകത്ത് വച്ചിരുന്ന ഈ കൽപ്പലക അഥവാ ഇസ്രായേലത്തിന് അനുസരിച്ച് നടക്കുവാൻ ദൈവം നേരിട്ട് മോശ മുഖാന്തരം ജനത്തിന് നൽകിയ ഈ കൽപ്പനകളെയാണ്, അതിനോട് ചുവട് പിടിച്ച ഉള്ള നിരവധി കൽപ്പനകളെയാണ് നമ്മൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ന്യായപ്രമാണം എന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം എന്ന വാക്കിന്റെ അർത്ഥം ന്യായമായ പ്രമാണം എന്നാണ്. അപ്പോ പുരോഗതി പ്രാപിച്ച ആധുനികവൽക്കരിക്കപ്പെട്ട പരിഷ്കൃത സമൂഹത്തിന് ഒരു നിയമം ആവശ്യമാണ്. മനുഷ്യൻ പരിഷ്കൃതരായതുകൊണ്ടാണ് മനുഷ്യന് നിയമമുള്ളത്. കാട്ടിനകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും നിയമങ്ങളുണ്ട്, അതിൻ്റെ പേര് കാടൻ നിയമങ്ങളെന്നാണ്. എന്നാൽ പരിഷ്കൃതരായ മനുഷ്യർക്ക് മനുഷ്യന്റെ അവകാശങ്ങളെയും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരു മനുഷ്യനായി ഭൂമിയിൽ പിറന്നവന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് ധാർമ്മികമായി അവൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിനെ മനുഷ്യന് പരസ്പരം നിലനിൽക്കാനും അവന്റെ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ലോകത്തിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലുള്ള നിയമങ്ങൾ എല്ലാ രാജ്യത്തും എല്ലാ സമൂഹങ്ങളിലും ഇത്തരം നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ദൈവം എന്തിനാണ് ഈ നിയമങ്ങൾ മനുഷ്യന് നൽകിയെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ നിലനിൽപ്പ് ആവശ്യമാണെന്നും അവന്റെ സുരക്ഷിതത്വം ആവശ്യമാണെന്നും അവൻ സുരക്ഷിതനായിരിക്കണമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം മനുഷ്യനെ കുറിച്ച് മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ കുറിച്ച് എത്ര അധികം ചിന്തിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടായത്. അപ്പൊ ന്യായമായ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ള കാര്യം ഞാൻ പറയുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രമാണമാണ് ബൈബിൾ. അപ്പൊ ആ ബൈബിളിനകത്ത് നിന്നുകൊണ്ട് പഴയ നിയമത്തിലെ മലാഖി വരെയുള്ള, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ അനുസരിച്ച് നോക്കിയാൽ ആ കാലത്ത് ആ പുസ്തകങ്ങൾക്കകത്ത് ഒരു ജനതയ്ക്ക് നടക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ ചിട്ടയായിട്ട് ഓർഡർ ക്രമപ്രകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ വിശ്വാസികൾ, ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നില്ല, പുരോഹിതനാകട്ടെ വിശ്വാസികളാകട്ടെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും പുതിയ നിയമത്തെ വെറും ഒരു ലാഘവത്തോടുകൂടി കാണുന്ന ഒരു മനോഭാവമുണ്ട്. അതായത് പുതിയ നിയമത്തിൽ പഴയ നിയമത്തെ പോലെ വലിയ നിയമങ്ങളൊന്നും ഇല്ല, ദൈവം ഒരു കൃപ അല്ലെങ്കിൽ ഒരു സൗജന്യം ഒന്ന് കണ്ണയച്ച് കാണിക്കുന്നത് പോലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തോന്നാറുണ്ട്. പ്രത്യേകമായ ഒരു പ്രമാണം നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകാൽ പെന്തക്കോസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭക്കാർക്ക്, അവർക്ക് ഞാനതിപ്പോൾ ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടി പറയുകയല്ല, അത്തരം വിഭാഗക്കാർക്ക് കുറച്ചുകൂടെ അവർക്ക് ലാഘവത്തോടുകൂടെ കാണുന്നു. അങ്ങനെ ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ട് സ്നേഹമായ ദൈവം നമ്മളെ അങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് എല്ലാത്തിനും കൃപ തന്ന് കൃപയാൽ നമ്മളെ കണ്ട് നമ്മളെ നടത്തും എന്നുള്ളൊരു ധാരണ ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്ക് കോപം ഉണ്ടാകാം, ചിലർക്ക് അത് അങ്ങനെയല്ലെന്ന് തോന്നാം. എന്നാൽ ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് ഇതിനകത്ത് പ്രമാണമുണ്ട്. പ്രമാണത്തിനകത്ത് നടക്കുന്നവന് പ്രമാണമുണ്ട്. അവൻ നോക്കിയാൽ ഇതിനകത്തെല്ലാം പ്രമാണമേ ഉള്ളൂ. എന്നാൽ പ്രമാണം വിട്ടു നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനകത്തൊരു പ്രമാണവുമില്ല. അവരവരുടെ മനസാക്ഷി അനുസരിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ തെളിയിക്കുന്നത് പുതിയ നിയമത്തിനകത്ത് എന്തെങ്കിലും പ്രമാണമുണ്ടോ, അതോ പഴയ നിയമത്തിന് മാത്രമേ പ്രമാണമുള്ളൂ, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കൽപ്പന പുതിയ നിയമത്തിനകത്ത് നൽകപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരംഭം മുതലേ പറഞ്ഞത്, വളരെ ക്ഷമയോടുകൂടെ വളരെ സഹിഷ്ണുതയോടുകൂടെ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ വിശദമായി വളരെ വ്യക്തമായിട്ട് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകത്തക്ക നിലയിൽ ഇതിനെപ്പറ്റി നമ്മൾ ഇന്ന് പഠിക്കും.
പ്രത്യേകാൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം, പെന്തക്കോസ്ത് വിഭാഗം എന്ന് നമുക്കത് അങ്ങോട്ടങ്ങ് പറയാൻ പറ്റിയില്ലെങ്കിലും പെന്തക്കോസ്ത് വിഭാഗത്തിനകത്തും തന്നെ പിരിഞ്ഞ് ഒക്കെ പോയാ വളരും തോറും പിളരും തോറും വളരും എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഇങ്ങനെ വളർന്നും പല വിഭാഗങ്ങളായിട്ട് തിരിയപ്പെട്ടിട്ടുണ്ട്. അതിൽ പല വിഭാഗങ്ങൾക്കും പല ഉപദേശങ്ങളാണ് പുതിയ നിയമം സംബന്ധിച്ച് അവരുടെ ഉപദേശങ്ങൾ. ചിലർ ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടു, കൃപയാൽ സ്നാനം നമുക്ക് ആവശ്യമല്ല, കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, ഇനി സ്നാനം നമുക്ക് ഇത് പ്രധാനമല്ല. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കൃപയാലാണ്, വിശ്വാസത്താലാണ്, അതുകൊണ്ട് എല്ലാം വിശ്വാസത്താലാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെ ഇടയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു മരണ വീട്ടിൽ സംബന്ധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന, മരണ വീട്ടിലെ അന്തരീക്ഷം അറിയാമല്ലോ, ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കുന്ന ഇടയിൽ നിന്ന് ഒരു ക്രൈസ്തവൻ പറയുന്നത് കേട്ടു. അടുത്തിരുന്ന ഒരാൾ അവരുടെ ചിന്തകൾ ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടു. മരണ വീടാണല്ലോ, അപ്പോൾ അത് സംബന്ധിച്ചാണ് സുഹൃത്ത്. അപ്പോൾ മറ്റേ ആൾ പറയും, ഇതൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. അയാൾ ഒരു ക്രൈസ്തവനാണ്. അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, ഒരു ക്രൈസ്തവ സഭയിലെ അംഗമാണ്. അദ്ദേഹത്തിനും ഒരു വിശ്വാസമല്ല, അദ്ദേഹത്തിനും അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞ പ്രമാണം എന്ന് പറയാം, അതെല്ലാം പ്രമാണത്തിനകത്ത് ഉൾപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് പ്രമാണം? പഴയ നിയമം നീങ്ങിപ്പോയോ, പുതിയ നിയമത്തിനകത്ത് വ്യവസ്ഥകളില്ലയോ, പഴയ നിയമം നീങ്ങാതെ നിൽക്കുന്നുണ്ടോ, ഇവയെക്കുറിച്ച് നമുക്ക് ഇനി കുറേ ചില വചനങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കും. ഇപ്പൊ യേശു തന്നെ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. അപ്പൊ ന്യായപ്രമാണം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ദൃഷ്ടിയിലേക്ക് ഓടി വരിക, ഒരുത്തനെ കൊന്നാൽ അവനെ തിരിച്ചു കൊല്ലുക, ഒരുത്തൻ കയ്യെ വെട്ടിയെടുത്താൽ മറ്റവൻ്റെയും എതിരാളിയുടെ കൈ വെട്ടിയെടുക്കുക, ഒരുത്തൻ കണ്ണ് ചൂഴ്ന്നെടുത്താൽ അവൻ്റെ കണ്ണ് അതായത് പകരത്തിന് പകരം എന്നുള്ള ഒരു സിസ്റ്റം, ശിക്ഷാവിധികൾ കൊണ്ടുള്ള ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അപ്പനെ അമ്മയെ ബഹുമാനിക്കാത്തവനെ കണ്ടു കഴിഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. ഇങ്ങനെയുള്ള ബാഹ്യമായ കാര്യങ്ങളെ മാത്രമാണ് ന്യായപ്രമാണമായിട്ട് കണ്ടത്. അപ്പൊ യേശു പറയുക, പ്രൈസല്ലോ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കിക്കളയാനല്ല നിവർത്തിക്കാനാണ് വന്നത്. അതേ യേശു തന്നെ പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ മാത്രമായിരുന്നു. ഞാൻ നേരെ മുമ്പും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ കാലാവധി എവിടെ തീർന്നു? യോഹന്നാൻ സ്നാപകനോടുകൂടെ അവസാനിച്ചു. പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യനോട് ഇടപെടുന്ന രീതി. അപ്പോൾ അതായത് പഴയ ന്യായപ്രമാണ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് പറയാനുള്ളവയെല്ലാം പ്രവാചകനിലൂടെ ദൈവം എന്ത് ചെയ്യുക, മനുഷ്യനോട് അരുളി ചെയ്ത് അവരെ നേർവഴിക്ക് നടത്തുകയാണ് ചെയ്തത്. അപ്പൊ പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിന്റെയും കാലം യോഹന്നാനോടുകൂടെ തീർന്നു എന്ന് യേശു പറയുകയും, മത്തായി സുവിശേഷത്തിലേക്ക് 5:17 വായിക്കാമോ? മത്തായി സുവിശേഷം 5:17-18 വാക്യങ്ങൾ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനാകുന്നു ഞാൻ വന്നത്. അതിന്റെ ഒരു അടുത്ത വാക്യം കൂടെ വായിക്കണം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. അപ്പൊ യേശു തന്നെ പറയുന്നു, ഞാൻ നീക്കാനല്ല വന്നത്. നിന്നുപോയി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നീക്കാനല്ല വന്നത്, അതെല്ലാം കൂടി എന്ത് ചെയ്യാൻ വന്നിരിക്കുക, അതിനെല്ലാം കൂടെ നിവർത്തിക്കും. അവർ ചെയ്യാത്തത് ഇവിടാണ് അതിന്റെ മർമ്മം കിടക്കുന്നത്. അവര് ചെയ്യാത്തത് കണ്ടോ, നിവർത്തിക്കാൻ അല്ലേ ബാക്കി കിടക്കുക. ന്യായപ്രമാണവും പ്രവാചകന്മാരും ചെയ്ത് തീർത്ത് അവർ ചെയ്ത് തികയ്ക്കാത്തതിനെ ചെയ്ത് തികയ്ക്കാൻ, അവർ വിട്ടുകളഞ്ഞതിനെ എടുത്ത് ചെയ്ത് പൂർത്തീകരിക്കാൻ കൂടാ ഞാൻ വന്നത്. ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും, വള്ളി പുള്ളി എന്ന് പറയുന്ന ഒരു പദത്തിന്റെ നമ്മൾ കൊടുക്കുന്ന കുത്തിനും കോമയ്ക്കും വള്ളിക്കും എല്ലാം പ്രാധാന്യമുണ്ട്. അവയാണ് ആ പദങ്ങളുടെ അർത്ഥത്തെയും മാറ്റിമറിക്കുന്നത്. ഒരു വള്ളി മാറിയാൽ അല്ലെങ്കിൽ ഒരു പുള്ളി മാറിയാൽ, ഒരു കുത്ത് കോമയൊക്കെ മാറിയാൽ അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി ന്യായപ്രമാണത്തിലുള്ള അതിന്റെ അന്തസ്സത്തെ എന്താണെന്ന് ആകാശവും ഭൂമിയും മാറിപ്പോയാലും ന്യായപ്രമാണത്തിന്റെ അന്തസ്സത്തേക്ക് മാറ്റം വരില്ല.
അത് അങ്ങനെ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോ എന്താണ് ന്യായപ്രമാണത്തിന്റെ അന്തസത്ത? മത്തായി സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യം വായിച്ച് നമുക്ക് അവിടെ അതിൻ്റെ അന്തസത്തെ കാണാം. നമ്മൾ എന്നിട്ട് പിന്നീട് നമ്മൾ കുറച്ച് വാക്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കും. മത്തായി സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം പത്തിലൊന്ന് കൊടുക്കുകയും, ന്യായം, ഇനി ശ്രദ്ധിക്കണം, ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവകളെ ത്യജിച്ചു കളയുകയും അവിടെ ഒന്ന് നിർത്തണം. അപ്പൊ ഇത് ന്യായപ്രമാണത്തിലെ ശാസ്ത്രിമാരും പരീശന്മാരും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുഷ്ഠിക്കപ്പെടുന്ന സാധാരണ ജനങ്ങളെക്കാൾ ഒരു പടി കൂടെ മുമ്പിലേക്ക് കയറി ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരാണ് ഇവർ. അവരോട് പറയാം, നിങ്ങൾ ബാഹ്യമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിസ്സാരമായ കാര്യങ്ങൾ, വീട്ടിലെ കടുക്, വലിയ 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 വിലയില്ലാത്ത സാധനം കടുക്, ചതകുപ്പ, ജീരകം, തുളസി, തേങ്ങ, മാങ്ങ തുടങ്ങിയതെല്ലാം നീ എന്ത് ചെയ്യുന്നു? 10 കൊടുക്കുന്നു. നല്ല കാര്യമാ 10 കൊടുക്കുന്നു. ഇതൊരു ചെറിയ കാര്യമാണ്. പക്ഷെ ഈ 10 കൊടുക്കുന്നതല്ല നമ്മുടെ ന്യായപ്രമാണത്തിന്റെ ആത്യന്തിക അർത്ഥം, ന്യായപ്രമാണത്തിന്റെ ധാർമ്മികത, ന്യായപ്രമാണത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ഈ പുറത്ത് നമ്മൾ കാണുന്ന ഒരുവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിലല്ല. അതെല്ലാം നല്ലതാണെന്ന് യേശു പറയുന്നു. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന, ഞാൻ ഒരുത്തന് വീട് പണിഞ്ഞു കൊടുത്തു, ഒരുത്തന് വീട് പണിഞ്ഞു കൊടുത്തു, വേറൊരുത്തന് ഓലമേയാൻ കാശ് കൊടുത്തു, വേറൊരുത്തന് കുഞ്ഞിനെ പഠിപ്പിക്കാൻ കാശ് കൊടുത്തു. നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്, നന്മ പ്രവൃത്തിയാണ്. പക്ഷെ യേശു അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഇവയിലെല്ലാം കൊടുക്കുകയും വായിച്ചേ, ന്യായപ്രമാണത്തിൽ ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ എന്ന് ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുക. അപ്പൊ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ധാർമ്മികത എന്നാണ് അർത്ഥം. അതിന്റെ ഉൾക്കാമ്പ് ന്യായം, കരുണ, വിശ്വസ്തത, സ്നേഹം, നീതി, ഇതെല്ലാം വരും. ധാർമ്മികത എന്ന് പറയുന്ന പദത്തിനകത്ത് ഇതെല്ലാം വരും. ഇപ്പുറത്തുകൂടെ നീ എന്ത് പതാരം കൊടുക്കുകയും, എന്നെ ശ്രദ്ധിക്കണം, ഇപ്പുറത്തുകൂടെ പതാരം കൊടുക്കുകയും അപ്പുറത്തുകൂടെ അനീതി ചെയ്യുകയും. മനസ്സിലാകുന്നു? ഇപ്പുറത്തെ ഒരുത്തനെ വഞ്ചിച്ച്, എനിക്കങ്ങനെ ധാരാളം ആളുകൾ അറിയാം, ഒരുത്തനെ പറ്റിച്ച് കബളിപ്പിച്ച് കാശുണ്ടാക്കും, എന്നിട്ട് ഇപ്പുറത്ത് വേറൊരാൾ ദാനധർമ്മം ചെയ്യും. എന്താണെന്നറിയാമോ? കർത്താവ് എന്നെ അടിക്കാതിരിക്കട്ടെ. ഈ തന്ത്രം ദൈവത്തിന്റെ അടുക്ക വേണ്ടെന്നാ. മനസ്സിലായി? അടുത്തവന്റെ ന്യായത്തെ മറിച്ചു കളയും, അടുത്തവന്റെ കസേര മറിക്കും, അടുത്തവന് കുഴി തോണ്ടും, എന്നിട്ട് ഇപ്പുറത്തോടെ ഞാൻ പാഠപുസ്തക വിതരണം ഇല്ലേ, വിധവയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നു. പക്ഷെ അപ്പുറത്ത് അടുത്ത സ്നേഹിതന്റെ കാലുവാരിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഈ പണി നിർത്താനാ പറഞ്ഞത്. അടുത്തവനെ അവിശ്വസ്തത കാണിച്ചു, അടുത്തവനെ വഞ്ചിക്കുന്നു, അടുത്തവനെ ദ്രോഹിക്കുന്നു, അടുത്തവന് വിരോധമായി ഇല്ലാ കഥകൾ ഉണ്ടാക്കി കേസ് കൊടുക്കുന്നു, എന്നിട്ട് ഇപ്പുറത്തെ ദാനധർമ്മം ചെയ്യുന്നു. ദൈവം പറഞ്ഞത് അതല്ല, ന്യായപ്രമാണത്തിന്റെ ഘനമേറിയതാണ് ന്യായം, കരുണ, വിശ്വസ്തത, നീതി, വിശുദ്ധി, സത്യസന്ധത. ഇതാണ് ന്യായപ്രമാണത്തിൽ ഘനമേറിയവ. അവ ത്യജിക്കാതിരിക്കുകയും ഇവ നീ ചെയ്തുകൊണ്ടിരുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുകയും മറ്റേ പ്രധാനപ്പെട്ട സംഗതികളെ ത്യജിച്ച് കളയാതിരിക്കുകയും വേണം. ഇതാണ് ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ, കല്ലെറിയുന്നതും കൊല്ലുന്നതും വെട്ടുന്നതും കൈക്ക് പകരം കൈയെടുക്കുന്നതും അല്ല. ന്യായപ്രമാണത്തിനകത്ത് സകലർക്കും തുല്യനീതി, സകലർക്കും തുല്യ അവകാശം, സകലർക്കും സഹജീവിയെ സ്നേഹിക്കാൻ, സഹജീവിയോട് കരുണ കാണിക്കാൻ. അതാണ് യേശു പറഞ്ഞത്. ഒരുവൻ വഴിയരികിൽ കള്ളനാൽ പിടിക്കപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുക. അതിലെ ഒരു ലേവ്യൻ പോയി, ഒരു പുരോഹിതൻ പോയി, പിന്നെ ഒരു ശബരിക്കാരനും പോയി. ഇതിൽ ഈ ലേവ്യനും പുരോഹിതനുമെല്ലാം പറയുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ലേവ്യന് അല്ലെങ്കിൽ യഹൂദന് നിഷിദ്ധമായ ഒരു ജാതിയാണ് ശമരിയർ. അവർക്ക് തൊട്ടുകൂടാ. അയിത്തം ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല അയിത്തം ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന അയിത്തം. അവർ സമ്മിശ്ര യഹൂദന്മാരും പുറംജാതികളും മറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട്
ഇടകലർന്ന് വിവാഹം കഴിച്ച് ജീവിച്ചു. അവരാണ് ശമരിയക്കാർ. ഇവരുമായിട്ട് യാതൊരു സംസർഗവും പാടില്ല. അവരിൽ ഒരുവൻ ഇവനെ തൊട്ടാലേ അവൻ അശുദ്ധനായി തീരും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അർത്ഥപ്രാണനായി നടക്കുന്ന ഒരു യഹൂദന്, ഒരു ഇസ്രായേലിന് തൊട്ടുകൂടാത്തവൻ, അവൻ തീണ്ടിക്കൂടാത്തവൻ എന്ന് പറയുന്ന ഒരു ശമരിയക്കാരൻ വന്ന് അവനെ എടുത്തു. അവന് എണ്ണയും വീഞ്ഞും പകർന്നു. തന്റെ വസ്ത്രം അവന് നൽകി. അവൻ കുതിരപ്പുറത്ത് അവൻ എടുത്തിരുത്തി. അവൻ വഴിയമ്പലത്തിൽ ശുശ്രൂഷിക്കാൻ അവനെ ഏൽപ്പിച്ച് ആവശ്യമായത് കൊടുത്ത് അവന്റെ മേലെ അവൻ എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ നീ നൽകിക്കൊടുക്കാൻ, ഞാൻ മടങ്ങി വരുമ്പോ തരാം എന്ന് വാഗ്ദാനം ചെയ്ത് അവനോട് കരുണ കാണിച്ചവൻ. അതിന്റെ പേരാണ്, അവനാണ് ന്യായപ്രമാണം അനുഷ്ഠിക്കപ്പെടുന്നവൻ. അവനാണ് യഥാർത്ഥത്തിൽ ദൈവം കർത്താവ് ഉദ്ദേശിക്കുന്ന ന്യായപ്രമാണ അനുസാരി. എന്താണ് ന്യായപ്രമാണം എന്ന് ചോദിച്ചാൽ, ധാർമ്മികമായ പ്രവൃത്തി ചെയ്യുന്നതിന്റെ പേരാണ് ന്യായപ്രമാണം. അപ്പൊ യേശു പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യം കേൾക്കണം. ഞാൻ ന്യായപ്രമാണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഏതാ? ഈ ന്യായവും കരുണയും വിശ്വസ്തതയും നിങ്ങൾ ത്യജിച്ചു കളഞ്ഞു. അത് നിവർത്തിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ ആരെങ്കിലും നിങ്ങൾ കൊന്നതിന്റെ ബാക്കി ഇനി അവിടെ കൊല്ലാൻ കിടപ്പുണ്ട്, അവരെ കൊല്ലാമെന്നു എന്നല്ലേ യേശു പറഞ്ഞത്. നമ്മൾ ഇതിനെ ശരിക്കും മനസ്സിലാക്കണം. തിരുവെഴുത്തുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ, അത് ഗ്രഹിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നെങ്കിൽ മാത്രമേ ഇതിനെ വേണ്ടുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ന്യായപ്രമാണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടായി. ന്യായപ്രമാണം, അപ്പൊ ന്യായപ്രമാണം നീങ്ങിപ്പോയോ ഇല്ലേ എന്ന് ചോദിച്ചാൽ നീങ്ങിപ്പോയി. നീങ്ങിപ്പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നീങ്ങിപ്പോയില്ല. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ന്യായപ്രമാണത്തിന്റെ അകത്തുള്ള ധാർമ്മികതകൾക്ക് നീക്കം ഭവിക്കപ്പെട്ടിട്ടില്ല. അതിനെയാണ് പുതിയ നിയമത്തിൽ ദൈവം പുതുക്കി നൽകുകയാണ് ചെയ്തത്. ന്യായപ്രമാണത്തിന്റെ പുറന്തോട് മാറിപ്പോയി. പുറന്തോട്, ബാഹ്യമായ ആചാര അനുഷ്ഠാന ശിക്ഷാ നടപടികൾ എല്ലാം നീങ്ങിപ്പോയിട്ട് ന്യായപ്രമാണത്തിനകത്ത് പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞ, കണ്ടോ, ന്യായം, കരുണ, വിശ്വസ്ത, സ്നേഹം എന്ന ധാർമ്മികമായ ഘനമേറിയത് അത് ചെയ്യാൻ, അത് നീങ്ങിപ്പോയിട്ടില്ല. അത് ചെയ്യണം. പുതിയ നിയമത്തിൽ പറഞ്ഞതാ, അത് നിങ്ങൾ ചെയ്യണം. അപ്പൊ അത് ചെയ്യാനാണ് ന്യായപ്രമാണത്തെ നീക്കിക്കളയാനല്ല. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞത് ഘനമേറിയ ധാർമ്മിക വശങ്ങളാണ്. അത് നിവർത്തിക്കാനാണ് യേശു വന്നത്. അതിൻ്റെ ഒരു 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ന്യായപ്രമാണ കാലത്ത് ഒരു രോഗി, അവർക്ക് ശബത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഒരു രോഗി വന്ന സൗഖ്യം എന്ത് ചെയ്യാൻ പാടില്ല. അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കാനോ, ഒരു രോഗി വീണ് കിടന്നാലും അവിടെ ഇട്ടേക്കണം. അതാണ് അതിൻ്റെ സിസ്റ്റം. യേശു ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഇല്ലേ? അത് അവനോട് കാണിച്ച കരുണയാണ്, അവനോട് കാണിച്ച സ്നേഹമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള ഒട്ടനവധി കാര്യങ്ങളെ നമുക്ക് ബൈബിളിൽ നിന്ന് കാണാനായിട്ട് കഴിയും. അപ്പം ഞാൻ കുറച്ചുകൂടെ ആഴമായിട്ട് പറഞ്ഞാൽ, ന്യായപ്രമാണം യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിൽ കാളും ഘനമേറിയ പ്രമാണമാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ പുതിയ നിയമത്തിൽ നിയമങ്ങളില്ല, എല്ലാം കൃപയാലാണെന്ന് പറയുന്ന ശുശ്രൂഷക്കാരന്മാരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കുക, ന്യായപ്രമാണത്തെക്കാൾ ഘനമേറിയ പ്രമാണങ്ങളാണ് പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ന്യായപ്രമാണവും പുതിയ നിയമത്തിൽ പ്രമാണം ഉണ്ടോ ഇല്ലേ നമുക്ക് പഠിക്കാം. ന്യായപ്രമാണ കാലത്ത് ഒരു സ്ത്രീയോടുകൂടെ അല്ലെങ്കിൽ ഒരു പുരുഷനോടുകൂടെ ഒരു പരസ്ത്രീ ബന്ധം, അവർ ശാരീരികമായി ഉള്ള ഒരു ബന്ധമുണ്ടായാൽ മാത്രമേ അവൻ വ്യഭിചാരി അല്ലെങ്കിൽ അവൾ വ്യഭിചാരിയായിട്ട് മാറും. പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ വേറൊരാളിനോടുള്ള ലൈംഗിക താല്പര്യത്തോടുകൂടെ ഇച്ഛയോടുകൂടെ നോക്കിയാലേ നീ വ്യഭിചാരം ചെയ്തു. അപ്പൊ പഴയ നിയമത്തിൽ അക്ഷരാർത്ഥത്തിൽ അവർ ശാരീരികമായ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വ്യഭിചാരിയായിട്ട് മാറൂ. എന്നാൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, നീ ഇച്ഛയോടെ താല്പര്യത്തോടെ ഒരു വ്യക്തിയെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് നോക്കിയാൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണമാണോ കട്ടികൂടിയത്? പുതിയ നിയമമാണോ കട്ടികൂടിയത്? ന്യായപ്രമാണത്തിലാണോ പ്രമാണമുള്ളത്? പുതിയ നിയമത്തിലാണോ പ്രമാണമുള്ളത്? പഴയ നിയമത്തിലെ പ്രമാണങ്ങളെ
കുറച്ചുകൂടെ കഠിനപ്പെടുത്തിയാണ് പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമത്തിന് പ്രമാണമുണ്ട്. പുതിയ നിയമത്തിലെ പ്രമാണങ്ങളെ നമുക്ക് കാണണമെങ്കിൽ പഴയ നിയമത്തിൽ പ്രമാണങ്ങളെ ഒരു സിസ്റ്റമായി ഒരു ചിട്ടയോട് ആമൻ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പ്രമാണങ്ങളെല്ലാം തന്നെ സുവിശേഷം മുതൽ സുവിശേഷത്തിലും പ്രവൃത്തിയുടെ പുസ്തകത്തിലും ലേഖനത്തിലും എന്തിനേറെ വെളിപ്പാട് പുസ്തകത്തിൽ വരെ ഉപദേശങ്ങൾ ചിതറിക്കിടക്കുകയാണ്. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്തു പറയപ്പെട്ടില്ല. നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണത്തക്ക നിലയിൽ അത് എടുത്തു പറയപ്പെട്ടില്ലെങ്കിലും അത് ചിതറിക്കിടക്കുകയാണ്. ആ പ്രമാണങ്ങൾ മുഴുവൻ ചിതറിക്കിടക്കുകയാണ്. ആ പ്രമാണങ്ങളായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം പുതിയ നിയമത്തിൽ നിയമങ്ങളുണ്ടോ ഇല്ലയോ, ന്യായപ്രമാണത്തിനകത്ത് നിന്ന് ഏതാണ് നീങ്ങിപ്പോയത്, ഏതാണ് നീങ്ങിപ്പോകാനുള്ളത്, നമുക്ക് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് ചില ഭാഗങ്ങളെ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 20:3 വാക്യം. അവിടെ മുതലാണ് നമുക്ക് പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ നിന്റെ ദൈവമാകുന്നു, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. നോക്കണം, ഒന്നാമത്തെ കൽപ്പന അന്യദൈവങ്ങൾ എന്ത് ചെയ്യരുത്. ഞാനല്ലാതെ ഒരു അന്യദൈവം നിനക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ഇത് പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. ഞാനല്ലാതെ വേറെ ഒരു ദൈവവും നിനക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ഇത് പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിന് അതേ ഇതിന്റെ ധാർമ്മിക വശത്തെ പുതിയ നിയമത്തിൽ പുതുക്കി നൽകപ്പെട്ടിരിക്കുകയാണ്. മത്തായി സുവിശേഷം 4:10 വായിക്കാമോ? മത്തായി സുവിശേഷം 4:10, വെളിപ്പാട് പുസ്തകം 22:8-9. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശു തന്നെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണം പറയുന്നു, ഞാനല്ലാതെ വേറെ ദൈവം നിനക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. പുതിയ നിയമത്തിൽ അതേ പ്രമാണം എന്ത് ചെയ്തിരിക്കുക, പുതുക്കി നൽകിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ബാഹ്യ നിയമങ്ങളെ മാറ്റിയിട്ട്, ന്യായപ്രമാണത്തിന്റെ ബാഹ്യ നിയമങ്ങളെ മാറ്റിയിട്ട് ആന്തരിക നിയമങ്ങളെ, അതിന്റെ ധാർമ്മികതയെ പുതിയ നിയമത്തിൽ പുതുക്കി തന്നിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22:8-9 വായിച്ച്. വെളിപ്പാട് പുസ്തകം 22:8-9. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ, ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് താൻ സ്വർഗീയ ദർശനങ്ങളെ കണ്ട അനന്തരം അത് കാണിച്ചു തന്ന ദൂതന്റെ മുമ്പിൽ കാൽക്കൽ വീണ് ആ ദൂതനെ നമസ്കരിക്കാൻ, ദൂതനെ ആരാധിക്കാൻ, ദൈവം വന്ന് ഭയപ്പാടോടുകൂടെ അവനെ ആരാധിക്കാൻ ശ്രമിക്കുമ്പോൾ ദൂതൻ തന്നെ അവനെ സാക്ഷ്യം പറയുന്നതാണ്, ഞാൻ നിന്റെയും നിന്നെപ്പോലുള്ള സഹ ശുശ്രൂഷകന്മാരുടെയും സഹഭൃത്തനാണ്, ഒരു സേവകനാണ്, ഒരു സേവകാത്മാവാണ്. അതുകൊണ്ട് നീ എന്നെ ആരാധിക്കണ്ട, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക. അതുകൊണ്ട് ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട് ഇവിടെ. ക്രിസ്ത്യാനി എന്ന പേർ കൊണ്ട് നൂറുകണക്കിന് പുണ്യവാളന്മാരെയും നൂറുകണക്കിന് നമ്മുടെ ചരിത്രങ്ങളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത പുതിയ പുതിയ നവീന ദൂതന്മാരെയും വിശുദ്ധന്മാരെയും ഒക്കെ ആരാധിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. അവരോട് ദൈവത്തിന്റെ സന്ദേശം പറയുന്നു, നീ എന്ത് ചെയ്യുക, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. സാത്താൻ ഇതിനെ ഈ വിഗ്രഹാരാധന, ഈ ദൂതാരാധന, ഈ ഭൂതാരാധന, പ്രകൃതി ആരാധന, ഇത്തരത്തിലുള്ള ആരാധനകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പിശാചാണ്. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തീയതയുടെ മറവിൽ ഇത്തരം ആരാധനകളിലേക്ക് മനുഷ്യനെ ആകർഷിക്കുകയും മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പ്രധാന ഘടകം പിശാചാണ്. ആരാധനയെല്ലാം എത്തുന്നത് പിശാചിനാണ്. കാരണം ഇവിടെ നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം ഒന്നുകൂടെ വായിച്ചത് 4:8, ലൂക്കോസ് 4:8. ഇതേ ചരിത്രത്തെ നമുക്ക് വായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം. യേശു അവനോട്,
നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ മുകളിലുള്ള വാക്യം നമ്മൾ വായിച്ചാൽ, പിശാച് യേശുവിനെ പരീക്ഷിക്കുന്ന ആളെ പറഞ്ഞു, ഈ ലോകത്തുള്ള സകല സമ്പത്തും ഈ ലോകം മുഴുവൻ എൻ്റെ അധീനതയിലാണ്, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കണം. നീ എന്നെ എന്ത് ചെയ്യണം? ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്കങ്ങ് തന്നേക്കാം. അപ്പൊ ഈ ലോകത്തിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നത് വിട്ട് ഏക സത്യ ദൈവമായ ദൈവത്തെ, കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഭൂതാരാധന, ദൂതാരാധന, വിഗ്രഹാരാധന, പ്രകൃതി ആരാധന, ഇത്യാദി കാര്യങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചിഴക്കുന്നത് പിശാചാണെന്നുള്ളതിന് ഇനി വേറെ തെളിവൊന്നുമില്ല. കാരണം യേശു നോക്കണം, പിശാചിന്റെ ഉടയവനായതെയും ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനായ സൃഷ്ടാവായ കർത്താവിന്റെ മുമ്പിൽ വന്ന് കർത്താവിനോട് പറയുന്നത് നീ എന്നെ നമസ്കരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവാരാധന എന്ന് പിന്തിരിപ്പിക്കാൻ പിശാചിന് ആനക്കാര്യമൊന്നുമല്ല. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ട് മറ്റ് ഏത് ആരാധനകളിലേക്ക് നമ്മൾ തിരിയുന്നുവോ അതെല്ലാം പൈശാചികമാണ്. മനുഷ്യനെ ആരാധിക്കുന്നവരുണ്ട്, ഇവിടുത്തെ സിനിമാ സ്റ്റാറുകളെ ആരാധിക്കുന്നവരുണ്ട്, ഇവിടുത്തെ ഗുരുക്കന്മാരെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ ആരാധന വിവിധവും വ്യത്യസ്തമായ നിലയിൽ വലിയ ആരാധനയുടെ വലിയ വലിയ ആരാധന കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ സത്യദൈവമായ കർത്താവിനെ വിട്ട് വേറൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. നോക്കണം, ഈ പ്രമാണം നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ഇത് പഴയ നിയമത്തിലെ പ്രമാണമാണ്. അതേ പ്രമാണത്തെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, അതേ പ്രമാണത്തെ തന്നെ പുതിയ നിയമത്തിൽ പുതുക്കി തന്നിരിക്കുന്നു. പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രമാണമുണ്ട്. ബാഹ്യമായ ന്യായപ്രമാണത്തിന്റെ ബാഹ്യ പ്രവൃത്തികളെയും ബാഹ്യ ആചാരാനുഷ്ഠാനങ്ങളെ നീക്കിയിട്ട് ന്യായപ്രമാണത്തെ ഇവിടെ പുതുക്കി നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നമ്മളിത് തുടർന്ന് ചിന്തിക്കും. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു പ്രാരംഭം എന്നോണം, കൽപ്പനകളുടെ പ്രാരംഭം, പുതിയ നിയമം എന്താണ്, ന്യായപ്രമാണം എന്താണ്, പുതിയ നിയമം. പുതിയ നിയമത്തിന് നിയമം ഉണ്ടോ ഇല്ലയോ? പുതിയ നിയമത്തിൽ എന്തെങ്കിലും പഴയ നിയമത്തിൽ മാത്രമേ നിയമങ്ങളുള്ളൂ? പുതിയ നിയമത്തിൽ ഒരു സിസ്റ്റമായി ദൈവം നമുക്ക് നിയമം നൽകിയിട്ടുണ്ടോ? അതോ എല്ലാം കൃപയാലാണോ? മനസാക്ഷി അനുസരിച്ച് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതിയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ രണ്ട് ഭാഗങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പഠനത്തിലേക്ക് ഇവിടെ പ്രവേശിച്ചു വന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ പുതിയ നിയമ കൽപ്പലക എന്നുള്ള ആ വിഷയത്തിൽ, അല്ലെങ്കിൽ 10 കൽപ്പനകളുടെ ബന്ധത്തിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു. നമ്മളത് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഇത് അല്പം ടഫായിട്ടുള്ള, അത്ര സുഖകരമായ ഒരു വിഷയമൊന്നുമല്ല. കേട്ട് ആത്മാവിൽ നിറയത്തക്ക കാര്യങ്ങൾ നമ്മുടെ അറിവിൽ, ആത്മീക ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന അറിവിൻ്റെ കൂടെ ചേർത്ത് വെക്കാനുള്ളൊരു ഭാഗമാണ് ഈ കൽപ്പലകകൾ, അല്ലെങ്കിൽ 10 കൽപ്പനകളും പുതിയ ന്യായപ്രമാണം. ഇത് ഇത്രയും അറിഞ്ഞിരുന്ന ഈ ന്യായപ്രമാണത്തിൽ ഈ പുതിയ നിയമവും പഴയ നിയമത്തെക്കുറിച്ച് ഈ വിഷയത്തിലൂടെ നമ്മൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഈ ബൈബിളിനെ പറ്റി ഒരു ഏകദേശ ധാരണ പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും കുറിച്ച് നമുക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഈ പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് തുടർന്നുള്ള ആഴ്ചവട്ടങ്ങളിൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുണ്ടാകും. വളരെ ശ്രദ്ധയോടെ ഇതിനൊക്കെ കുറച്ചുകൂടെ ലളിതമായി, കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഇനി 9 കൽപ്പനകൾ കൂടെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ വിസ്താരമായി ചിന്തിച്ച് നമ്മളതിനെ മനസ്സിലാക്കും. പുതിയ നിയമത്തിൽ എന്ത് നിയമമാണ് തന്നിട്ടുള്ളത്? പഴയ ന്യായപ്രമാണത്തിൽ കല്ലിൽ എഴുതി കൊടുത്തു, കല്ലിൽ തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പനയുണ്ട്. പുതിയ നിയമത്തിൽ ഈ പ്രമാണങ്ങൾ എവിടെയാണ് എഴുതി നൽകിയത്? കല്ലിലാണോ എഴുതി നൽകിയത്? അതോ പുസ്തകത്തിൽ എഴുതി നൽകിയോ? എവിടെയായി ഇത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും, കുറച്ചുകൂടെ ആത്മീക പ്രചോദനം നൽകുന്നതായിരിക്കും, ആത്മീയ ഗുണം ഉണ്ടാകും. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് നമ്മൾ ഇതിൻ്റെ 1ാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള പാർട്ടുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം.